എങ്കിൽ വിവാഹമെന്ന് പറയുന്ന കൂരാശ എന്ന് പറയുന്നതെങ്കിൽ മറക്കലാണ്, മരിക്കലാണ്, പുനർജന്മമാണ്. മറക്കരുത് ഞാൻ പറഞ്ഞ വാചകം. എങ്കിൽ കൂരാശ മറക്കലാണ്, മരിക്കലാണ്, പുനർജന്മമാണ്. എന്റെ ജീവിത പങ്കാളിയുടെ എല്ലാ വീഴ്ചകളെയും മറക്കുകയും എന്നെ തന്നെ സ്വയം മറക്കുകയാണ്. ജീവിത പങ്കാളിക്ക് വേണ്ടി മരിക്കുകയാണ്. ജീവിത പങ്കാളിയുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി മാത്രം നിലകൊണ്ടുകൊണ്ട് ഞാനൊരു പുനർജന്മം കണ്ടെത്തുകയാണ്. എങ്കിൽ അത് മറക്കലാണ്, മരിക്കലാണ്, പുനർജന്മമാണ്. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ സ്വർഗത്തിന്റെ ഒരു ചെറിയ പതിപ്പ് ഭൂമിയിൽ സൃഷ്ടിക്കലാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അടങ്ങുന്ന സ്വർഗീയ അനുഭൂതിയുടെ ഒരു പതിപ്പ് ഭൂമിയിൽ സൃഷ്ടിക്കലാണ്. നിങ്ങൾക്ക് മനസ്സിലാകത്തക്ക ശൈലിയിൽ 3 തരത്തിൽ ഞാനിപ്പോ അത് പറഞ്ഞു കഴിഞ്ഞു. ഒന്ന്, സ്വയം ദൈവത്തെ അനുഭവിച്ചുകൊണ്ട് തന്റെ ജീവിത പങ്കാളിക്ക് ഈശ്വരനെ അനുഭവിക്കാൻ സഹായിക്കുന്ന കൂരാശയാണ്. അതായത് എന്റെ സ്വഭാവവും സഹനവും ക്ഷമയും സ്നേഹവും പ്രാർത്ഥനയും എല്ലാം കണ്ടിട്ട് ഈ ത്യാഗോജ്വലമായ സ്നേഹത്തിലൂടെ ജീവിത പങ്കാളി ആ ദൈവത്തെ അറിയുകയും കണ്ടെത്തുകയും ചെയ്യണം. അത് മനസ്സിലാക്കിയിരിക്കുക. പലപ്പോഴും നമ്മുടെ ദൈവവിളിയുടെ ആന്തരികമായ അർത്ഥം മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അതിനുവേണ്ടി നമുക്ക് നിലകൊള്ളാൻ സാധിക്കാത്തത്. ഞാൻ ഓർക്കുകയായിരുന്നു, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏതാണ്ട് 35 വർഷങ്ങൾക്ക് മുൻപ് സെമിനാരിയിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭരണങ്ങാനം അൽഫോൻസാമ്മയുടെ പള്ളിയിൽ തിരുനാളിന് ഒരു ഫിലിം പ്രദർശനം ഉണ്ടായിരുന്നു. ജ്ഞാനസുന്ദരി എന്ന് പറയുന്ന ഒരു സിനിമ പ്രദർശനം പള്ളിമുറ്റത്ത് നടത്തി. സെമിനാരിയുടെ വകയായിട്ട് ഒരു ബുക്ക് സ്റ്റോൾ ഞങ്ങൾ അവിടെ നടത്തുന്നുണ്ടായിരുന്നു. ആ ബുക്ക് സ്റ്റോളിൽ ഇരുന്നുകൊണ്ട് ഞാൻ ആ സിനിമ അന്നൊന്ന് കാണാനിടയായി. അതിനകത്തെ ഒരു രംഗം ഇപ്പോഴും എന്റെ മനസ്സിൽ തങ്ങി നിൽപ്പുണ്ട്. വിവാഹമെന്ന് പറയുന്ന കൂതാശ സ്വീകരിച്ചിരിക്കുന്ന എല്ലാ ഭാര്യാഭർത്താക്കന്മാരും ആ രംഗം ഒന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ഒത്തിരിയേറെ ആഗ്രഹിച്ചിട്ടുണ്ട്. ആ സംഭവം മാത്രം ഞാനൊന്ന് ചുരുക്കി പറയാം. ഇവിടെ ഇരിക്കുന്ന ഭാര്യാഭർത്താക്കന്മാരെ ഭാര്യാഭർത്തൃ സ്നേഹം എന്തായിരിക്കണമെന്ന് അതിൽ നിന്ന് മനസ്സിലാക്കിക്കോണം. അതായത് നല്ല സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ, നല്ല തികഞ്ഞ സൗന്ദര്യമുള്ള ചെറുപ്പക്കാരൻ, അവനെ കണ്ടാൽ ആരും രണ്ടാമതൊന്നുകൂടെ നോക്കും. ഇവനെ സുന്ദരിയായ ഒരു പെൺകുട്ടി സ്നേഹിക്കുന്നു. ഇവർ രണ്ടും തമ്മിൽ പ്രേമമായി. വർഷങ്ങൾ അയലൊക്കട്ടാ താമസം. വർഷങ്ങൾ കഴിഞ്ഞ് ഇവരെ സ്നേഹം അങ്ങോട്ട് മൂർച്ഛിച്ച് കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. രണ്ടുപേരുടെയും വീട്ടുകാർ എതിർപ്പും. എന്നാൽ ഇവര് കല്യാണം കഴിക്കുന്നെങ്കിൽ ഇവരല്ലാതെ വേറെ ഇല്ലെന്ന് അവർ ഉറച്ചു തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെ തീരുമാനിച്ചിരിക്കുന്ന ആ സന്ദർഭത്തിൽ ഒരു ദിവസം സന്ധ്യ സമയത്ത് കുളിയും കഴിഞ്ഞ് ഈ പെൺകുട്ടി ഒരു ഓലത്തിലും എടുത്തിട്ട് ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ വട്ടം കറക്കിക്കൊണ്ട് ഒരു പാട്ടും പാടി ഒരു വനാന്തരത്തിലൂടെ കുളിയും കഴിഞ്ഞ് അങ്ങനെ പോവുകയാണ്. മാലിനി എന്നാണ് ഈ പെൺകുട്ടിയുടെ പേര്. അങ്ങനെ പോകുമ്പോൾ നായാട്ടിന് വന്ന കാട്ടാള രാക്ഷസന്മാരുടെ കണ്ണിൽ അവൾ പെട്ടു. ഈ രാക്ഷസന്മാരെ അവളെ സമീപിച്ച് അവളുടെ ശരീരവടിവും സൗന്ദര്യം കണ്ടപ്പോൾ അവളെ ഒന്ന് നുകരാനും ശാരീരികമായി ഉപയോഗിക്കാനും സമീപിച്ചു. അവൾ പറഞ്ഞു, എന്റെ ശവത്താലല്ലാതെ ജീവിച്ചിരിക്കുന്ന ശരീരത്തെ നിങ്ങൾ ഒരിക്കലും തൊടുകയില്ല. ഞാൻ ഒറ്റ പുരുഷനെ സ്നേഹിച്ചിട്ടുള്ളൂ. ഞാൻ എന്റെ മനസ്സും ജീവനും ജീവിതവും അവന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഇനി എന്റെ ജീവിതത്തിലേക്ക് ആർക്കും കടന്നു വരാൻ സാധ്യമല്ല. ഒരേ ഒരാളിനെ ഞാൻ സ്നേഹിച്ചു. എന്റെ മനസ്സ് ഞാൻ അവന് കൊടുത്തു കഴിഞ്ഞു. ഇവള് വഴങ്ങുകയെന്ന് മനസ്സിലായപ്പോൾ ഈ കാട്ടാള രാക്ഷസന്മാര് രണ്ടുപേരെ ഇവളെ വട്ടം പിടിച്ചു. മൂന്നാമതൊരുത്തൻ അവളുടെ കൈ രണ്ടും കൂടെ കൂട്ടിച്ചേർത്ത് വലിച്ചു പിടിച്ചു. നാലാമതൊരുത്തൻ ഒരു വെട്ടുകത്തിയെടുത്ത് ഒരൊറ്റ വെട്ടും കൊടുത്തു. കൈയുടെ ഇവിടെ വച്ച് 2 കൈയും മുറിഞ്ഞുപോയി. ചോരയ്ക്കകത്ത് കുളിച്ച് അവൾ വീണ് കിടക്കുകയാണ്. ഈ കൈപ്പത്തികൾ രണ്ടും കിടന്ന് ഇങ്ങനെ പടയ്ക്കുക. സിനിമയിൽ നല്ല ഭംഗിയായിട്ട് കാണിക്കുന്നുണ്ട്. ഇവന്മാര് ഇവിടെ ഇട്ട് ചോടുകയും ചെയ്തു. ഓടിക്കഴിഞ്ഞപ്പോൾ ദൂരെ ഒരു മരത്തേല് ഒരു കുരങ്ങിരുന്നുകൊണ്ട് ഈ രംഗം കണ്ടു. ഈ കുരങ്ങ് ഓടി വന്നിട്ട് ചിരട്ട കൊണ്ട് കുറച്ച് വെള്ളം കോരി അതിന്റെ മുഖത്തൊഴിക്കുകയും കുറെ പച്ചിലകൾ കടിച്ച് അതിന്റെ മുറിവറ്റ കൈകളിൽ കൊണ്ട് വെക്കുകയും ചെയ്യുന്നത് വളരെ ഹൃദയസ്പർശിയ ഒരു രംഗമാണ്. അത് കഴിഞ്ഞ് 2-3 ദിവസം ആ കുട്ടി അങ്ങനെ കടന്ന് അവൾ എഴുന്നേൽക്കുകയാണ്. മുറിവെല്ലാം ചോരയെല്ലാം അങ്ങനെ ഉണങ്ങി ഒട്ടിപ്പിടിച്ച് ആ കുട്ടി മരിച്ചില്ല. ഏതായാലും അവൾ എഴുന്നേറ്റ് ഈ മുറിഞ്ഞ 2 കൈയുമായിട്ട് വനാന്തരത്തിൽ നിന്നിറങ്ങി തൊട്ടടുത്ത് വീട്ടിലേക്ക് ചെല്ലുകയാണ്. വീട്ടുകാർ അന്തിച്ചുപോയി. അവളുടെ ആഗ്രഹപ്രകാരം കുറെ ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് ഇതുപോലെ ഒരു ഷോൾ എടുത്ത് അവളെ പുതപ്പിച്ചു. എന്നിട്ട് ഒരു ചേറ്റിപ്പിനെല്ലാം കുത്തിക്കൊടുത്തു. എന്നിട്ട് ഈ ഷോളിനകത്ത് ഈ മുറിക്കൈ രണ്ടും ഇങ്ങനെ മടക്കി വെച്ചോണ്ട് അവള് റോഡിലൂടെ ഇറങ്ങി നടക്കുകയാണ്. അങ്ങനെ നടന്നു പോകുമ്പോൾ ഇവളെ കാണാതെ 2-3 ദിവസമായിട്ട് ഇവിടെ പേരും പിടിച്ചുകൊണ്ട് ഊണ് ഉറക്കമില്ലാതെ പേപ്പട്ടിയെ പോലെ ഓടി നടക്കുന്ന അവളുടെ കാമുകൻ
കാമുകനെ കാണാതെ മനസ്സ് നീറുന്ന മാലിനി. രണ്ടുപേരും പരസ്പരം കാണാൻ എന്താ സംഭവിച്ചെന്നറിയാതെ വിഷമിക്കുക. അങ്ങനെ ഇവൻ ഇവിടെ പേരും വിളിച്ചുകൂപ്പി ഇങ്ങനെ വനത്തിലൂടെ നടക്കുമ്പോൾ ദൂരേന്ന് ഷോള് പതച്ച ഒരു സ്ത്രീ വരുന്നത് അവൻ കണ്ടു. സൂക്ഷിച്ചു നോക്കിയപ്പോൾ അവന് മനസ്സിലായി അവന്റെ കാമുകിയാണ് എന്നവന് മനസ്സിലായി. അവൻ കുതിര പായുന്നത് പോലെ ശക്തിയായി ഓടി അണച്ചു വരികയാണ്. ഇവളുടെ അടുത്തേക്ക് വന്ന് കാമുകിയാണെന്ന് മനസ്സിലായി, മറ്റത് കാമുകനാണെന്ന് മനസ്സിലായി. വന്നു നിന്നിട്ട് അവന് ആ അരിച്ചവും സങ്കടവും ദേഷ്യവും എല്ലാം ഒതുക്കിക്കൊണ്ട് പറഞ്ഞു, നിനക്ക് എന്ത് സംഭവിച്ചു? നീ എവിടെയായിരുന്നു? 3-4 ദിവസമായിട്ട് നീ എവിടെയാ? ഞാൻ നിന്നെ കാണാതെ ഊണുറക്കമില്ലാതെ വിഷമിച്ചിങ്ങനെ അതെല്ലാം അങ്ങോട്ട് പ്രകടിപ്പിച്ചു. അവൻ ശാന്തമായി കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, ഇനിയും നിങ്ങൾക്ക് ഒരിക്കലും എന്നെ നിങ്ങളുടെ ഭാര്യയായി സ്വീകരിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് എന്നെ എന്നേക്കുമായി മറന്നു കളയുക. അവൻ അങ്ങോട്ട് അരിശവും കലിയും കൂടെ വന്നു. ഈ വഞ്ചകി, ദ്രോഹി, നീ എന്നെ ചതിക്കുകയായിരുന്നു, വഞ്ചിക്കായിരുന്നല്ലേ? നീ ആരാണ്ടോടെ പുറകെ പോയേച്ച് നീ എന്നെ ഒറ്റിക്കൊടുക്കുകയായിരുന്നു, വഞ്ചിക്കായിരുന്നല്ലേ? അവൻ വായി വന്ന് അടിക്കാൻ ഓങ്ങിയെങ്കിലും അടിച്ചില്ല. വായി വന്ന് ചീത്തയും തെറിയെല്ലാം പറഞ്ഞു. അപ്പോഴും അവള് ഈ മുറിക്കൈ രണ്ടും കാണിക്കുന്നില്ല. പുറത്തിനകത്ത് ഇങ്ങനെ മൂടി വെച്ചിരിക്കുക. ഇവന്റെ അരിശം കുറെ കുറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ നിങ്ങളെയല്ലാതെ മറ്റാരെയും സ്നേഹിച്ചിട്ടില്ല. മറ്റാരും എന്റെ ശരീരത്തെ തൊട്ടിട്ടില്ല. മറ്റാർക്കും എന്റെ ജീവിതത്തിൽ ഇനി സ്ഥാനമില്ല, നിങ്ങളല്ലാതെ. നീ എന്നതാ ഈ പറഞ്ഞത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എന്താ നിനക്ക് സംഭവിച്ചത്? നീ എവിടെയായിരുന്നു? പിന്നെ ഞാൻ നിങ്ങൾക്ക് ഒരിക്കലും ഒരു ഭാരമാകരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അത്രമാത്രം ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. സുന്ദരിയായ ഒരു പെൺകുട്ടിയുടെ കൂടെ നിങ്ങൾ സന്തോഷമായി ജീവിക്കണമെന്നാണ് എന്റെ ഏക ആഗ്രഹം. നിങ്ങൾ എന്നെ കല്യാണം കഴിച്ചാൽ ഞാൻ നിങ്ങൾക്ക് എന്നും ഒരു ഭാരമായിരിക്കും. നിങ്ങളുടെ ഒരു കർച്ചീഫിനെ അലക്കിത്തരാൻ ഞാൻ എന്നെക്കൊണ്ട് സാധ്യമല്ല. കൈ കാണിക്കുന്നില്ല. നേരം ഒരു ഗ്ലാസ് വെള്ളം എടുത്തു തരാൻ നിവർത്തിയില്ല. ഞാൻ ഒരിക്കലും നിങ്ങൾക്കൊരു ഭാരമാകാതിരിക്കട്ടെ എന്ന് പറഞ്ഞ് ഈ മുറിക്കൈ രണ്ടും അവളങ്ങ് തുറന്നു പുതപ്പങ്ങോട്ട് മാറ്റിയിട്ട് അവൻ അന്തിച്ചുപോയി. എന്ത്? എന്റെ പ്രിയതമ്മയുടെ 2 കൈകൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. അവൾ ആ മുറിക്കൈ കൊണ്ട് അവന്റെ ഇങ്ങനെ തടവിക്കൊണ്ട് അവൾ അങ്ങ് മുട്ടുകുത്തി. ഞാൻ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ മാത്രമായി കഴിഞ്ഞുകൊള്ളാം. നിങ്ങൾ സുന്ദരിയായ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് നിങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കണം. ഞാൻ ഈ ഓർമ്മ കൊണ്ട് മാത്രം കഴിഞ്ഞുകൊള്ളാം. നിങ്ങൾ എന്നെ എന്നേക്കുമായി മറന്നുകൊള്ളുക എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞോണ്ട് ഇങ്ങനെ തോളൻ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ പൊക്കിയെടുത്തു. മോളെ എന്റെ മുഖത്തേക്കൊന്ന് നോക്ക്. അവന് സങ്കടമുണ്ട്, വിഷമിച്ചവൻ പറയുന്നത്. മോൾ എന്റെ മുഖത്തേക്കൊന്ന് നോക്ക്. അവൾ നിന്നോണ്ട് ഈ കരച്ചിൽ തന്നെ. ഉടനെ അവനെ അവിടെ ഈ താടിക്ക് പിടിച്ച് പതുക്കെ ഇങ്ങനെ പൊക്കിയിട്ട് പറഞ്ഞു, എന്റെ മോൾ ഒരു നിമിഷം എന്റെ മുഖത്തേക്കൊന്ന് നോക്ക്. അവൾ കരഞ്ഞോണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കി. ഉടനെ അവൻ പറഞ്ഞു, പനി നീർമലരിനൊരിതൾ കൊഴിഞ്ഞാലും കാന്തി കുറഞ്ഞിടുമോ? നിന്തളിർമീന് കൈപോയാലും ചന്തം കുറഞ്ഞിടുമോ? പനി നീർമലരിനൊരിതൾ കൊഴിഞ്ഞാലും കാന്തി കുറഞ്ഞിടുമോ? നിന്തളിർമീന് കൈപോയാലും ചന്തം കുറഞ്ഞിടുമോ? പനിനീർ പുഷ്പത്തിന് അതിന്റെ ഒരു ഇതിൽ കൊഴിഞ്ഞു പോയാൽ എവിടെയാ നിന്റെ മനോഹാരിതയും കാന്തിയും കുറയാൻ? നിന്തളിർമീന് കൈപോയാലും ചന്തം കുറഞ്ഞിടുമോ? എനിക്ക് ഭാര്യയായി നീയല്ലാതെ മറ്റാരും വേണ്ട. മറ്റമവളെ ഇറുക്കി കെട്ടിപ്പിടിച്ച് 2 കവളത്തും മാറി മാറി ചുംബിച്ചുകൊണ്ട് പറഞ്ഞു, നീ തന്നെയായിരിക്കും എന്റെ ഭാര്യ. എന്നെ സംരക്ഷിക്കാനല്ല ഞാൻ നിന്നെ കല്യാണം കഴിക്കുന്നത്, നിനക്ക് സംരക്ഷണം തരാനാണ്. ഞാനായിരിക്കും ഇന്നു മുതൽ നിന്റെ 2 കൈകളും. പ്രിയപ്പെട്ട ഭാര്യ ഭർത്താക്കന്മാരെ, എങ്കിൽ കൈയില്ലേലും സ്നേഹിക്കാം, കാലില്ലേലും സ്നേഹിക്കാം. എന്റെ ഭർത്താവിന് ജീവനുള്ള ബീജം പുറപ്പെടുവിക്കാൻ സാധ്യമല്ലെന്ന് പ്രഗത്ഭനായ ഡോക്ടർ വിധിയെഴുതിയാലും സ്നേഹിക്കാം. എന്റെ ഭാര്യയ്ക്ക് ഗർഭം ധരിക്കാൻ സാധ്യമല്ലെന്ന് പറഞ്ഞാലും സ്നേഹിക്കാം. കാരണം എന്നെ സ്നേഹിക്കാനല്ല, എനിക്ക് സ്നേഹിക്കാനാണ്. എങ്കിൽ അവൾ ഏത് സൈസായിരുന്നാലും എനിക്ക് സ്നേഹിക്കാം, അവൻ ഏത് സൈസായിരുന്നാലും എനിക്ക് സ്നേഹിക്കാം. അതാണ് കൂദാശയുടെ അർത്ഥം. 3 വർഷങ്ങൾക്ക് മുൻപ് ഗുജറാത്തിൽ ദമ്പതികൾക്ക് വേണ്ടി ഞാനൊരു ധ്യാനം നടത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ കരിസ്മാറ്റിക് ഗ്രൂപ്പിലെ ആൾക്കാർ വന്നേച്ചു പറഞ്ഞു, അച്ഛാ, ഞങ്ങൾ താമസിക്കുന്ന ഫ്ളാറ്റിൽ തൊട്ടടുത്ത് 2 മുറിയിലെ സ്ത്രീകൾ തമ്മിൽ അല്പം ടെൻഷനുണ്ട്. അച്ഛൻ വരണം, അതൊന്ന് കൈകാര്യം ചെയ്യാൻ. വരാമല്ലോ മക്കളെ എന്ന് പറഞ്ഞു. പോയി. എന്നാ പ്രശ്നം? അവിടെ ചെന്നപ്പം കണ്ട സംഭവം, ഭർത്താവ്
ബ്രെയിൻ ഹെമറേജ് വന്ന് കിടക്കാൻ തുടങ്ങിയിട്ട് 16 വർഷമായി. മക്കളില്ല. 16 വർഷങ്ങൾക്ക് അപ്പുറത്ത് ഭർത്താവിന് ബ്രെയിൻ ഹെമറേജ് വന്നതാണ്. ഒരു ശവം പോലെ കിടക്കുകയാണ്. ഈ 16 വർഷമായി രാത്രിയിലും പകലും അവനെ അന്വേഷിക്കുന്ന, സന്തോഷത്തോടുകൂടി അന്വേഷിക്കുന്ന ഭാര്യ ശവം പോലെ കിടക്കുക. ബോധമില്ല. 16 വർഷമായി. ഒരു ഡോക്ടർ ആഴ്ച 2 ദിവസം വന്ന് പരിശോധിക്കും, മരുന്ന് കൊടുക്കും, എല്ലാം ചെയ്യും. ആ ഡോക്ടറുടെ ഭാര്യയും ഡോക്ടറാണ്. ഈ ഡോക്ടർ അത്യാവശ്യമായി 1 മാസത്തെ കോഴ്സിന് അമേരിക്കയ്ക്ക് പോയി. ആ സമയത്ത് ഭാര്യ ഡോക്ടറോട് പറഞ്ഞു, ഈ പേഷ്യന്റിനെ ഒന്ന് നോക്കിയേക്കണം, ഞാൻ വരുന്നവരത്തേക്ക് ഇന്ന പോലൊക്കെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അവള് ഭർത്താവ് അമേരിക്കയ്ക്ക് പോയി കഴിഞ്ഞപ്പോൾ ഈ ലേഡി ഡോക്ടർ, ഭാര്യയായ ലേഡി ഡോക്ടർ ഈ കിടക്കുന്ന രോഗിയുടെ അടുത്തേക്ക് ചെന്നു. സ്ത്രീയോട് കാണിക്കുന്ന പരിഗണനയോ സഹതാപമായിരിക്കാം ഇയാളെ നോക്കി പരിശോധിച്ച് ശേഷം ഈ കിടക്കുന്ന മനുഷ്യന്റെ 16 വർഷമായി കിടക്കുന്ന ഈ മനുഷ്യന്റെ ഭാര്യയോട് ഈ ലേഡി ഡോക്ടർ പറഞ്ഞു, തെയ്യാമെന്ന ഈ ഭാര്യയുടെ പേര്, തെയ്യാമേ, ഈ മരുന്നിന്റെ അളവ് നിങ്ങൾ ഇച്ചിരി കുറയ്ക്കാമെങ്കിൽ താമസിയാതെ അങ്ങേരെ ഈ ലോകത്തോട് യാത്ര പറഞ്ഞുകൊള്ളും. ഇതങ്ങോട്ട് പറഞ്ഞു തീരുകയും അവള് ആ ഡോക്ടറുടെ ചെവുക്കല്ല് തീർത്ത ഒറ്റ വീക്ക് വെച്ചു കൊടുത്തു. 4 കരണം പറഞ്ഞ് കണ്ണാടിയും പൊട്ടി, ഇവിടെയെല്ലാം മുറിഞ്ഞ് 3-4 കുത്തിക്കെട്ടും. അന്ന് അവർ തമ്മിൽ ബന്ധം ഉടഞ്ഞതാ. ആ ബന്ധം ഒന്ന് സ്ഥാപിക്കാന് എന്നെ കൂട്ടിക്കൊണ്ട് പോയിരിക്കുന്നത്. ആ സ്ത്രീ പറയുകയായിരുന്നു, അച്ഛാ, ദൈവം എനിക്ക് തന്ന എന്റെ പങ്കാളി 16 വർഷമായി ശവം പോലെ കിടക്കുന്ന ഈ മനുഷ്യന് ആരെ ഏൽപ്പിച്ചാൽ ഇതിനെ ഒന്ന് സംരക്ഷിക്കും. ശവം പോലെ കിടക്കുന്ന ഈ മനുഷ്യനെ ഏത് സ്ത്രീയെ ഏൽപ്പിച്ചാൽ സന്തോഷത്തോടെ ഈ പരാതി കൂടാതെ ഈ ഭർത്താവിനെ ഒന്ന് സംരക്ഷിക്കും. ദൈവം തമ്പുരാൻ മുകളിൽ നിന്നുകൊണ്ട് ഭൂമിയിലേക്ക് നോക്കി, അച്ഛാ, എന്നെയാ എന്റെ കർത്താവ് തെരഞ്ഞെടുത്തത്, ഞാൻ എങ്ങനെ കർത്താവിനോട് നന്ദി പ്രകടിപ്പിക്കും? കർത്താവ് എന്നെയാ തെരഞ്ഞെടുത്തത് ഈ പുരുഷനെ നോക്കാൻ. ഈ സ്ത്രീ പറയുക, ഈ മരുന്ന് കുറച്ചാൽ അവൻ മരിച്ചോടുമെന്ന്. ഞാൻ എങ്ങനെ തല്ലാതിരിക്കും അച്ഛാ? എത്ര വർഷം അവന് ദൈവം ജീവൻ കൊടുക്കുമോ ഞാൻ സംരക്ഷിച്ചിരിക്കും. ഈ ശവം പോലെ ഞാൻ ഈ മനുഷ്യനെ 24 മണിക്കൂറും എന്റെ കൈവെള്ളയിൽ നിന്ന് കൊതു കടിക്കാൻ ഞാൻ നോക്കിയിരിക്കും. അതെന്റെ ധർമ്മമാണ്. തന്റെ ദൈവവിളിയെക്കുറിച്ചുള്ള ഒരു ഭാര്യയുടെ ബോധം കണ്ടോ? അതാണ് എന്നെ സ്നേഹിക്കാനല്ല, എനിക്ക് സ്നേഹിക്കാൻ. ഇപ്രകാരമുള്ള ഒരു ധാർമ്മിക അവയർനെസ് ബോധം തന്റെ ദൈവവിളിയെക്കുറിച്ച്, ദൈവത്തിന് ഞാൻ കൊടുത്ത കമ്മിറ്റ്മെന്റിനെ കുറിച്ച്, വാഗ്ദാനത്തെക്കുറിച്ച്, വിവാഹ ഉടമ്പടിയെക്കുറിച്ച് ഒരു മനുഷ്യന് ബോധമുണ്ടായിരുന്നെങ്കിൽ ആ മനുഷ്യന്റെ ജീവിത പങ്കാളി കണിശമായിട്ടും ദൈവത്തെ അനുഭവിച്ചേനെ. അങ്ങനെ തങ്ങളുടെ വിളിയെക്കുറിച്ചുള്ള ആ ബോധ്യമില്ലായ്മയാണ് നമ്മുടെ കുടുംബം ഇന്നിപ്രകാരം തകരുന്നത്. ഭർത്താവ് ഭാര്യയെ തല്ലുന്നതും ഭാര്യയും ഭർത്താവും ചീത്ത പറയുന്നതും ഉൾക്കൊള്ളാൻ സാധിക്കാത്തതും ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കാത്തതും കടന്ന് കുഴയുന്നതിന്റെ കർത്തം ദൈവത്തിന് ഞാൻ കൊടുത്ത വാഗ്ദാനത്തെക്കുറിച്ച് ബോധമില്ലാത്തത് കൊണ്ടാണ്. ഭാര്യ ഭർത്താക്കന്മാരായ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, നിങ്ങൾ മരിക്കുന്നത് വരെ ഇന്ന പോലൊക്കെ ജീവിച്ചോളാമെന്ന് വാക്ക് കൊടുത്തത് നിങ്ങളുടെ ഭാര്യയ്ക്കല്ല, നിങ്ങളുടെ ഭർത്താവിനല്ല, സർവശക്തനായ ദൈവത്തിനാണ്. പൗരവത്വ പദവിയെടുക്കുന്നവനും വിവാഹമെന്ന് പറയുന്ന കുരാശ സ്വീകരിക്കുന്നവനും ഉടമ്പടി ചെയ്യുന്നത് ദൈവത്തോടാണ്. ഇറ്റ്സ് എ കവനന്റ് ഡയറക്ട്ലി മെയ്ഡ് ബൈ ദ വിക്ടിം. ഞാനെന്ന വ്യക്തി ദൈവത്തോട് നേരിട്ട് ചെയ്യുന്ന ഒരു ഉടമ്പടിയാണ്, വാഗ്ദാനമല്ല ഇത്. ഇത് ഉടമ്പടിയാണ്. ഇസ്രായേൽ ജനവും യഹോവയും തമ്മിലുള്ള ബന്ധം പോലത്തെയുള്ള ഒരു ഉടമ്പടിയാണത്. ആ ഉടമ്പടിയെക്കുറിച്ച് ആഴമേറിയ ബോധ്യമുണ്ടാകണം. ആ സത്യം മനസ്സിലാക്കിയിരിക്കുക. അതാണ് കൂദാശയുടെ ആന്തരികമായ അർത്ഥം. എങ്കിൽ ഒരു ഭാര്യയ്ക്ക് ഒരു ഭർത്താവിനോടും ഒരു ഭർത്താവിന് ഒരു ഭാര്യയോടും ഉണ്ടായിരിക്കേണ്ട സ്നേഹം ശൂന്യവൽക്കരിക്കുന്ന സ്നേഹമാണ് ഉണ്ടായിരിക്കേണ്ടത്. സെൽഫ് എംപ്റ്റിയിങ് ലവ്, കെനോസിസ്. കുരിശുരൂപത്തെ നോക്കിയാൽ കാണാം അതെന്താണെന്ന്. ശൂന്യവൽക്കരിക്കുന്ന സ്നേഹം, മുഴുവനായി ഇല്ലായ്മ ചെയ്യപ്പെടുന്നത്. എന്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി ഞാൻ ഒന്നുമല്ലാതായി മാറുന്ന സ്നേഹം, അതാണ് ശൂന്യവൽക്കരിക്കുന്ന സ്നേഹം. അതുപോലെ തന്നെ വിവാഹമെന്ന് പറയുന്ന കൂദാശ സ്വീകരിക്കുന്ന ഒരു ഭാര്യ, ഒരു ഭർത്താവ് തന്റെ ജീവിത പങ്കാളിക്ക് കൊടുക്കേണ്ട സ്നേഹം സമർപ്പിക്കുന്ന സ്നേഹമാണ്, സ്വയം സമർപ്പിക്കുന്ന സ്നേഹമാണ്, ദാനം ചെയ്യുന്ന സ്നേഹമാണ്. ദാനം ചെയ്യുന്ന സ്നേഹം. ഈ മൈക്ക് ഞാൻ പള്ളിക്ക് ദാനം ചെയ്താൽ എനിക്ക് പിന്നെ ഇതിന്റെ മേൽ യാതൊരു അവകാശവുമില്ല. അതുപോലെ തന്നെയാണ് വിവാഹം എന്ന് പറയുന്ന കൂദാശയിലൂടെ ഭാര്യ ഭർത്താവിനും ഭർത്താവ് ഭാര്യയ്ക്കും ദാനം ചെയ്തിരിക്കുക.
അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ കോരിന്ത്യക്കാർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 7-ാമത്തെ അധ്യായം 3, 4, 5, 6, 7 വാക്യങ്ങൾ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നത്: ഭാര്യയുടെ ശരീരത്തിന്മേൽ അവൾക്കല്ല അധികാരം, ഭർത്താവിനാണ്. ഭർത്താവിന്റെ ശരീരത്തിന്മേൽ അധികാരം അവനല്ല, ഭാര്യയ്ക്കാണ്. എന്തെങ്കിലും മാരകമായ ഒരു രോഗം പിടിപെട്ടതിന്റെ പേരിൽ ഭർത്താവ് ആശുപത്രിയിൽ അഡ്മിറ്റ് ആയാൽ അവനൊരു ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടർ പറഞ്ഞാൽ ഓപ്പറേഷൻ ചെയ്തോ എന്ന് അനുമതി കൊടുക്കാൻ അവൻ കഴുത്തെ താലിവച്ച ഭാര്യയ്ക്കല്ലാതെ ലോകത്തിൽ ആർക്കും സാധ്യമല്ല. അവന്റെ അപ്പനോ അവന്റെ അമ്മയ്ക്കോ പെങ്ങന്മാർക്കോ ചേച്ചിമാരോ ചേട്ടന്മാരോ അനിയന്മാരോ നൊന്ത് പ്രസവിച്ച തള്ളയോ ആരുമല്ല തീരുമാനിക്കുന്നത്, അവന്റെ ഭാര്യ തീരുമാനിക്കും. ഓപ്പറേഷൻ വേണോ വേണ്ടയോ, എവിടെ കൊണ്ടുപോകണം, എപ്പോ കൊണ്ടുപോകണം, ഭാര്യ തീരുമാനിക്കുന്നത്. ഭാര്യയുടെ അവകാശം കഴിഞ്ഞേ ആർക്കും അവകാശമുള്ളൂ. ഭർത്താവിന്റെ അവകാശം കഴിഞ്ഞേ ഭാര്യയുടെ മേൽ ആർക്കുമുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് മത്തായി 19 യേശു പ്രകാരം പറഞ്ഞത്, ഈ കാരണത്താൽ അവൻ അപ്പനെയും അമ്മയെയും മാറ്റി തന്റെ ഭാര്യയോട് ചേർന്നിരിക്കും. വിവാഹം കഴിച്ച ഒരു പുരുഷന് ദൈവം കഴിഞ്ഞാൽ ആദ്യത്തെ വ്യക്തി ഭാര്യയാണ്. അത് കഴിഞ്ഞിട്ട് അപ്പനും അമ്മയേ ഉള്ളൂ. അതുപോലെ തന്നെ വിവാഹിതയായ ഒരു സ്ത്രീക്ക് ദൈവം കഴിഞ്ഞാൽ ഭർത്താവ് കഴിഞ്ഞേ മറ്റാരുമുള്ളൂ. ഈ സത്യയാഥാർത്ഥ്യം മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ദാനം ചെയ്യുന്ന സ്നേഹം, ക്ഷമിക്കുന്ന സ്നേഹം. എങ്കിൽ കൂദാശ ജീവിക്കുന്ന ഒരു ഭാര്യയ്ക്ക് ഭർത്താവിനോടും ഭർത്താവിനോട് ഭാര്യയ്ക്കോടും ഉണ്ടായിരിക്കേണ്ടത് ക്ഷമിക്കുന്ന സ്നേഹം. എന്തെല്ലാം ജീവിത പങ്കാളിയുടെ ഭാഗത്തുനിന്ന് പ്രശ്നമുണ്ടായാലും കൂദാശ ജീവിക്കുന്നുവെന്ന് ബോധ്യമുള്ള ഒരു ഭർത്താവിന് തന്റെ ഭാര്യയോടും ഭാര്യയ്ക്ക് തന്റെ ഭർത്താവിനോടും എന്ത് ചെയ്താലും ക്ഷമിക്കാതിരിക്കാൻ സാധ്യമല്ല. രമ്യപ്പെടുന്ന സ്നേഹം. എന്തെല്ലാം പ്രശ്നമുണ്ടായാലും പടിഞ്ഞാറെ ചക്രവാളത്തിൽ സൂര്യൻ സന്ധ്യയ്ക്ക് വിശ്രമത്തിന് വേണ്ടി താഴുമ്പോൾ കൂദാശ ജീവിക്കുന്ന ഒരു ഭർത്താവിന് തന്റെ ഭാര്യയോടും ഭാര്യയ്ക്ക് തന്റെ ഭർത്താവിനോടും രമ്യപ്പെടാതിരിക്കാൻ നിവർത്തിയില്ല. കെട്ടിപ്പടുക്കുന്ന സ്നേഹം, വളർത്തുന്ന സ്നേഹം, ഊഷ്മളമായ സ്നേഹം, വ്യവസ്ഥയില്ലാത്ത സ്നേഹം, മുറിയപ്പെടാത്ത സ്നേഹം, ഉടമ്പടിയുടെ സ്നേഹം. 12 തരത്തിൽ ഞാനിപ്പോൾ തിരിച്ചിട്ടു. ഉദാശ ജീവിക്കുന്ന ഒരു ഭാര്യയ്ക്ക് ഭർത്താവിനോടും ഭർത്താവിനോട് ഭാര്യയ്ക്ക് ഉണ്ടായിരിക്കേണ്ട സ്നേഹം: ശൂന്യവൽക്കരിക്കുന്ന സ്നേഹം, സമർപ്പിക്കുന്ന സ്നേഹം, ദാനം ചെയ്യുന്ന സ്നേഹം, ക്ഷമിക്കുന്ന സ്നേഹം, രമ്യപ്പെടുന്ന സ്നേഹം, വളർത്തുന്ന സ്നേഹം, അതുപോലെ തന്നെ ഊഷ്മളമായ സ്നേഹം, വ്യവസ്ഥയില്ലാത്ത സ്നേഹം, മുറിയപ്പെടാത്ത സ്നേഹം, ഉടമ്പടിയുടെ സ്നേഹം. ഈ പറഞ്ഞ സ്നേഹം നിങ്ങൾ തമ്മിൽ എല്ലാ സാഹചര്യത്തിലും നിലനിർത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് കാണിച്ചാലും അത് കൂദാശയായിട്ട് മാറും. എന്ത് ചെയ്താലും കൂദാശയായിട്ട് മാറും. ഭാര്യാഭർത്താക്കന്മാരുടെ വിവാഹം എന്ന് പറയുന്ന കൂദാശ സ്വീകരിച്ചു എന്നാരും ധരിക്കരുത്. സ്വീകരിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. നിങ്ങളുടെ കൂദാശ ബാഹ്യമായി സ്വീകരിച്ച് തീരുന്നത് നിങ്ങളിൽ ഒരാൾ മരിക്കുമ്പോഴാണ്. കുമ്പസാരം എന്ന് പറയുന്ന കൂദാശ എപ്പോഴാണ് പൂർത്തിയാകുന്നത്? പോയി മുട്ടുകുത്തി, തീർന്നില്ല. പാപങ്ങളെല്ലാം ഏറ്റു പറഞ്ഞു, തീർന്നില്ല. അച്ഛൻ നിർദ്ദേശങ്ങളെല്ലാം കൊടുത്തു, തീർന്നില്ല. അച്ഛൻ പ്രായശ്ചിത്തം കൊടുത്തു, തീർന്നില്ല. അച്ഛൻ പാപമോചനം കൊടുത്തു, ഇപ്പോൾ കുമ്പസാരം എന്ന് പറയുന്ന കൂദാശ തീർന്നു. ഇതുപോലെ വിവാഹമെന്ന് പറയുന്ന കൂദാശ സ്വീകരിക്കാൻ നിങ്ങൾ ആരംഭം ഇട്ടിട്ടേ ഉള്ളൂ. അതുകൊണ്ടാണ് ബാക്കിയുള്ള എല്ലാ കൂദാശകളുടെയും കാർമ്മികൻ അച്ഛനാണെങ്കിൽ വിവാഹമെന്ന് പറയുന്ന കൂദാശയുടെ കാർമ്മികൻ ആരാന്ന് ഞാൻ ചോദിക്കുന്നില്ല, ഞാനങ്ങ് പറഞ്ഞേക്കാം, ദമ്പതികളാണ്. ആരാന്ന് ചോദിച്ച് നിങ്ങൾ ഗ്രഹപ്പെടുത്തിയ അച്ഛനാ കാർമ്മികൻ എന്ന് പറഞ്ഞാൽ കുഴഞ്ഞു. അതുകൊണ്ട് കാർമ്മികന് ഭാര്യയും ഭർത്താവുക. ബാക്കിയുള്ള എല്ലാ കൂദാശകളുടെയും കാർമ്മികൻ അച്ഛനാണെങ്കിൽ വിവാഹമെന്ന് പറയുന്ന കൂദാശയുടെ കാർമ്മികൻ ഭാര്യയും ഭർത്താവുക. അച്ഛനത് മുദ്ര ചെയ്യുന്ന സാക്ഷി മാത്രമാണ്. കാരണം നിങ്ങൾ ജീവിതത്തിൽ മരിക്കുന്നത് വരെ കൂദാശ സ്വീകരിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ, സ്വീകരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഞാൻ മേൽ സൂചിപ്പിച്ച ആ സ്നേഹം നിലനിർത്താമെങ്കിൽ നിങ്ങൾ എന്ത് കാണിച്ചാലും അതെല്ലാം കൂദാശ ജീവിക്കുക. കൂദാശ ജീവിക്കുക. ഭാര്യ രാവിലെ എഴുന്നേറ്റ് കടുങ്കാപ്പി അനത്തി ഭർത്താവിന് കൊടുത്താൽ കൂദാശയത്. മുറ്റ വടിച്ച കൂദാശ, ഷർട്ട് മുണ്ട് വലിച്ച കൂദാശ, തേങ്ങാ ചിരണ്ടിയ കൂദാശ, കൊച്ചിനെ കുളിപ്പിച്ച കൂദാശ, ഒരുമിച്ച് കൊടക്കീഴെ വള്ളി പോയ കൂദാശ, ഒരുമിച്ചിരുന്ന് പാത്രത്തിൽ നിന്ന് ഭക്ഷിച്ച കൂദാശ, ഒരുമിച്ച് ശയിച്ചാൽ കൂദാശ, ചുംബനം കൊടുത്ത കൂദാശ, എല്ലാം കൂദാശ. എപ്പോഴാ? മേൽപ്പറഞ്ഞ സ്നേഹം. ഈ 10 തരം സ്നേഹം ഞാൻ മേൽ പറഞ്ഞല്ലോ, അത് നിലനിർത്തിയാൽ ഈശോമിശിഹായും സഭയും തമ്മിലുള്ള ബന്ധം പോലുള്ള സ്നേഹം, ആ സ്നേഹം നിലനിർത്തണമെങ്കിൽ
നിങ്ങൾ തൊട്ടാലും പിടിച്ചാലും എല്ലാം സ്നേഹമാണ്. ഇല്ലെങ്കിൽ കാട്ടിക്കൂട്ടുന്നത് മുഴുവനും വേശ്യാവൃത്തിക്ക് അനുയോജ്യമായ ഫലങ്ങൾ. ഭാര്യാഭർത്താക്കന്മാർക്ക് ദൈവശാസ്ത്രപ്രകാരം സ്നേഹം പ്രകടിപ്പിക്കാൻ 7 അടിസ്ഥാന മാർഗങ്ങളാണുള്ളത്. അതേ ചുറ്റിപ്പറ്റിയ ബാക്കി മുഴുവൻ നിൽക്കുന്നത്. ദൈവശാസ്ത്രപ്രകാരം സ്ഥായിയായ 7 മാർഗങ്ങളാണ് ഭാര്യാഭർത്താക്കന്മാർക്ക് പരസ്പരം സ്നേഹം പ്രകടിപ്പിക്കാനുള്ളത്. കത്തെഴുതുക, കണ്ടുമുട്ടുക, സംസാരിക്കുക, സ്പർശിക്കുക, ചുംബിക്കുക, ആലിംഗനം ചെയ്യുക, ലൈംഗിക ബന്ധം നടത്തുക. അതാണ് 7 മാർഗങ്ങൾ. അപ്പൊ നോക്കിക്കേ, ദൈവശാസ്ത്രപരമായ 7ാമത്തെ അത്യുച്ചകോടിയിലെ 7ാമത്തെ ഏറ്റവും വലിയ സ്നേഹപ്രകടനമാണ് ലൈംഗിക ബന്ധമെന്ന് പറയുന്നത്. അതുകൊണ്ട് അത്ര പരിശുദ്ധമായി അതിനെ കൈകാര്യം ചെയ്യേണ്ടത്, അത് മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ഈ മേൽപ്പറഞ്ഞ അടയാളങ്ങളെല്ലാം കൗദാശിക അടയാളങ്ങളായിട്ട് മാറും എപ്പോഴാ ഈ പറഞ്ഞ സ്നേഹം ജീവിച്ചിട്ടുണ്ടെങ്കിൽ, ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ ഈ സ്നേഹം ജീവിക്കുന്നുണ്ടെങ്കിൽ, കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക്, നിസ്സാര പ്രശ്നങ്ങൾക്ക് തമ്മിൽ അടിയും വഴക്കും വക്കാണവും ചീത്തയും തെറിയും ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ മാനുഷിക ദൈവവിളി പോലും അവിടെയില്ല. ഈ 5-6 ദിവസമായി കൗൺസിലിംഗ് നടത്തുകയായിരുന്നല്ലോ, എത്രയോ ഭാര്യാഭർത്താക്കന്മാർ തമ്മിലായി ടെൻഷൻസ് ഉണ്ടാകുന്നത്. ഞാൻ പറഞ്ഞല്ലോ എന്റെ മക്കളെ, ഈ പാരമ്പര്യവും സാഹചര്യമാണ് മനുഷ്യനെ വാർത്തെടുക്കുന്നതെന്ന്. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റണ്ടും ഷണ്ടയും ഉണ്ടാക്കി കുടിച്ചും വഴക്കും ചീത്തയും തെറിയും പറഞ്ഞാണ് കഴിയുന്നതെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ജീവനോടെ കുഴിച്ച് മുൻകൂട്ടി മൂടിയേക്കുന്ന ഏറ്റവും നല്ലത്. കാരണം സമുദായത്തിനും സമൂഹത്തിനും സഭയ്ക്കും ഭാരങ്ങൾ ഉണ്ടാക്കുന്നതിനെക്കാട്ടിൽ എത്രയോ ഭേദമാണ് ആ കുഞ്ഞുങ്ങളെ ഒഴിവാക്കുന്നത്. അതുകൊണ്ട് ഓർത്തുകൊള്ളുക, നിങ്ങളുടെ അലക്ഷ്യമായ ജീവിതത്തിലൂടെ നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ ആത്മാവും നിങ്ങളുടെ കൂടെ ജീവിക്കുന്ന കുഞ്ഞുങ്ങളുടെ ജീവിതവുമാണ് നശിക്കുന്നത് എന്ന സത്യം മനസ്സിലാക്കിയിരിക്കണം. ഇനിയും വിവാഹമെന്ന് പറയുന്ന കൂരാശ പൂർത്തീകരിക്കപ്പെടുന്നത് ഇനി ഒരു കാര്യം കൂടെ ജീവിക്കുമ്പോഴാണ്. എന്നതാ? ചാരിത്രശുദ്ധി. ചാരിത്രശുദ്ധി ജീവനേക്കാൾ തൂക്കമുള്ള വിലയുള്ള ഒരു വലിയ മൂല്യമാണ് ചാരിത്രശുദ്ധി എന്ന് പറയുന്നത്. ദാമ്പത്യ വിശുദ്ധി, കൊഞ്ചുകൾ ചാസ്റ്റിറ്റി. എന്താണ് ഈ ചാരിത്രമെന്ന് പറഞ്ഞാൽ? ചാരിത്രശുദ്ധി എന്ന് പറഞ്ഞാൽ എന്നതാ? ഒറ്റ വാക്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്ന് പറഞ്ഞാൽ, തന്റെ ലൈംഗികതയെ തിരുസഭയുടെ നടപടിപ്രകാരം അനുവദനീയമായ ഏക വ്യക്തിയുമായി പങ്കുവെക്കുന്നതാണ് ചാരിത്രം. തന്റെ ലൈംഗികതയെ തിരുസഭയുടെ നടപടിപ്രകാരം അനുവദനീയമായ ഏക വ്യക്തിയുമായി പങ്കുവെക്കുന്നതാണ് ചാരിത്രശുദ്ധി. തിരുസഭയുടെ നടപടിപ്രകാരമെങ്കിൽ ഒരു പുരോഹിതന് തന്റെ ലൈംഗികത ലോകത്തിൽ ആരുമായി പങ്കുവെക്കാൻ സാധ്യമല്ല. ഒരു കന്യാസ്ത്രീക്ക് ആരുമായി പങ്കുവെക്കാൻ സാധ്യമല്ല. അവിവാഹിതനായ ഒരു പുരുഷന്, അവിവാഹിതയായ ഒരു സ്ത്രീക്ക് അനുവദനീയമായ ഈ ലോകത്തിൽ ആരുമില്ലെങ്കിൽ തിരുസഭയുടെ നടപടിപ്രകാരം അനുവദനീയമായ ഏക വ്യക്തിയുമായി പങ്കുവെക്കുക. എങ്കിൽ വിവാഹം കഴിച്ച ഒരു പുരുഷനും സ്ത്രീക്കും സഭയുടെ നടപടിപ്രകാരം അനുവദനീയമായ ഏക വ്യക്തി ആരാ? തന്റെ ജീവിത പങ്കാളി. അത് മാത്രം ഓർത്തോണം. അതുകൊണ്ട് അത് ചിന്തിച്ചോണം. അതുകൊണ്ട് ആദ്യമായിട്ട് ചിന്തിക്കുക, ഒന്നാമതായിട്ട് ഞാൻ കഴുത്തേൽ താലി വെച്ച് എന്റെ ഭർത്താവ് എന്റെ ഭാര്യയോടല്ലാതെ ലോകത്തിൽ ഒരു സ്ത്രീയുടെയും നഗ്നതയെ ദർശിക്കാനോ സ്പർശിക്കാനോ എനിക്ക് അവകാശമില്ല. അതുപോലെ എന്റെ കഴുത്തെ താലി വെച്ച ആ ഭർത്താവിനല്ലാതെ മറ്റൊരു വ്യക്തിക്കും എന്റെ ലൈംഗികതയെ അനുഭവിക്കാൻ സാധ്യമല്ല. പക്ഷെ ചിന്തിച്ചു നോക്കണം, ലോകത്തിൽ മറ്റാരെങ്കിലുമായി ലൈംഗിക സവിശേഷതയെ പങ്കുവച്ചിട്ടുണ്ട്? തിരുസഭയുടെ നടപടിപ്രകാരം അനുവദനീയമായ തന്റെ ഭർത്താവല്ലാതെ മറ്റാരെങ്കിലുമായി ഏതെങ്കിലും വ്യക്തിയുമായി പങ്കുവച്ചിട്ടുണ്ടോ എന്ന് ചിന്തിക്കണം. ഒരുപക്ഷെ നിങ്ങളുടെ ഭാര്യയെയും ഭർത്താവിനെയും അപ്പനെയും അമ്മയെയും മറ്റുള്ളവരെയും നിങ്ങൾക്ക് വഞ്ചിക്കാമായിരിക്കാം, ആരുമാരും അറിയാതെ ചെയ്യാമായിരിക്കാം. പക്ഷെ ഒരു കാര്യം ഓർത്തോണം, സർവശക്തനായ ദൈവത്തിന്റെ കണ്ണിൽ മണ്ണിടാൻ ആരെക്കൊണ്ടും സാധ്യമല്ല. ദൈവത്തിന് എല്ലാം അനാവൃതമാണ്. അവന്റെ കണ്ണിൽ നിന്നും ഒന്നും മറയ്ക്കാൻ സാധ്യമല്ല. ആ സത്യം ആദ്യമായി മനസ്സിലാക്കിക്കൊള്ളണം. അതുകൊണ്ട് ചിന്തിച്ചു നോക്കുക, എന്റെ ജീവിതത്തിൽ അങ്ങനെ എന്തെങ്കിലും ഒന്ന് കടന്നു കൂടിയിട്ടുണ്ടോ എന്ന് ചിന്തിക്കുക. പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഈ വിവാഹമെന്ന് പറയുന്ന കൂരാശയുടെ പരിപാവനത എന്തുകൊണ്ടാണ് പലരും മനസ്സിലാക്കാത്തത് എന്ന് ചിന്തിച്ചു പോവുകയായിരുന്നു. ഈ അടുത്ത നാളില് ഞാനൊരു മനുഷ്യനോട് സംസാരിക്കുകയായിരുന്നു. ഭാര്യയുമുണ്ട്, ഭർത്താവുമുണ്ട്. സംസാരമെത്തി അവർ പറയുകയാണ്, ഇയാൾക്ക് ആകെപ്പാടെ 10 സെന്റ് സ്ഥലവും ഒരു വീടും ഒരു ജീപ്പുമാണ് ഉള്ളത്.
ഈ ജീപ്പ് മറ്റൊരു വണ്ടിയായി ഇടിച്ചു. അങ്ങനെ 10-20,000 രൂപയുടെ വർക്ക് വന്നു. പലിശ ഒന്നും വാങ്ങിക്കാതെ ഇവന്റെ സ്നേഹിതൻ 25,000 രൂപ ഈ ജീപ്പ് നന്നാക്കാനായിട്ട് കൊടുത്തു. 1 കൊല്ലത്തിനകം കൊടുത്തേച്ചാ മതി എന്ന് പറഞ്ഞ് ഈ കാശ്, പലിശ ഒന്നും വേണ്ട. അവൻ വന്നേച്ച് അവന്റെ ഭാര്യയോട് പറഞ്ഞു, എടി ഇന്നയാള് 25,000 രൂപ വണ്ടി നന്നാക്കാൻ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, പലിശ ഒന്നും കൊടുക്കുകയും വേണ്ട, 1 കൊല്ലത്തിനകം കാശ് തിരിച്ചു കൊടുത്താൽ മതി എന്നാ പറഞ്ഞിരിക്കുന്നത്. ഓഹോ, നിങ്ങൾക്ക് ഇത്രയും നല്ല കൂട്ടുകാരൊക്കെ ഉണ്ടോ? ദൈവത്തിന് സ്തുതി എന്നവള് പറഞ്ഞു. എടി അവനെ നിന്നെ കാണാൻ നാളെ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്തിനാ എന്നെ കാണാൻ വരുന്നത്? ഓ, നീ 1 പ്രാവശ്യത്തേക്ക് ഒന്ന് സമ്മതിച്ചു കൊടുക്ക്. അത്രേ ഉള്ളു. കണ്ട 25 രൂപ കിട്ടിയപ്പം ഭാര്യയുടെ ശരീരം വിൽക്കാം. നോക്കണേ ആ പുരുഷന്റെ സങ്കല്പം, ചിന്തിച്ചു നോക്കണം. എത്ര നീചമാണ്, നികൃഷ്ടമാണ്. അല്പം പൈസയ്ക്ക് വേണ്ടി സ്വന്തം ഭാര്യയുടെ ശരീരം ഒരു മടിയും കുസലും കൂടാതെ മറ്റൊരു പുരുഷന് വിട്ടുകൊടുക്കുന്ന മൃഗം എന്ന് എനിക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് ചിന്തിച്ചാണ്, എന്റെ ഭർത്താവല്ലാതെ ലോകത്തിൽ മറ്റാർക്കും എന്റെ വിശുദ്ധിയിലേക്ക്, ദാമ്പത്യ വിശുദ്ധിയിലേക്ക്, ചാരിത്രശുദ്ധിയിലേക്ക് കടന്നു കളിക്കാൻ സാധ്യമല്ല. അത് നിങ്ങൾ ഓർത്തണം. പലപ്പോഴും ചിന്തിച്ചണം. പലപ്പോഴും ഭർത്താവിന്റെ ചേട്ടനുമായിട്ട്, അനിയനുമായിട്ട്, കസിനായിട്ട്, പണിയാൻ വരുന്നവനായിട്ട്. ഈയിടെ അടുത്ത നാളില് ഒരു സ്ത്രീ കൗൺസിലിംഗ് നടത്തിയ കൂട്ടത്തിൽ പറയുകയായിരുന്നു, ഇവിടുത്തെ കാര്യമല്ല, നാട്ടിൽ 2-3 മാസങ്ങൾക്ക് മുമ്പ് കൈകാര്യം ചെയ്തൊരു കേസാ. അവള് പറയുകയായിരുന്നു, എന്റെ അച്ഛ, ഞാന് ഒരു കല്യാണ വിരുന്നിൽ പങ്കെടുക്കുകയായിരുന്നു. ഞങ്ങളുടെ അനിയന്റെ, എന്റെ ഭർത്താവിന്റെ പെങ്ങളുടെ മകന്റെ, നാത്തൂന്റെ. എന്റെ അച്ഛ, അവിടെ വെച്ച് ഭർത്താവിന്റെ പെങ്ങളുടെ മകന്റെ കല്യാണമാണ്. അപ്പൊ പന്തലിൽ വിളമ്പുന്ന മുഴുവൻ ഭർത്താവിന്റെ അനിയനും ഒക്കെ കൂടിയാ വിളമ്പുന്നത്. എനിക്ക് 2 പിള്ളേരുണ്ട്. മൂത്തതിന് 4-5 വയസ്സുണ്ട്, രണ്ടാമത്തത് പെങ്കൊച്ച 2 വയസ്സേ ഉള്ളൂ. ഞാൻ ഈ പെങ്കൊച്ചിനെ വെച്ചോണ്ട് പന്തലിരുന്ന് ചോറുണ്ണുകാരെന്ന് വെച്ചാ. അപ്പം വിളമ്പി വന്നപ്പം ഭർത്താവിന്റെ അനിയൻ ആട്ടിറച്ചി വിളമ്പിയത്. വിളമ്പി വന്നപ്പം എന്റെ അടുത്ത് വന്നപ്പോഴത്തേക്കിനും മടി കൊച്ചിരിക്കുകയാണല്ലോ. ഇവൻ ചോദിച്ചു, മോക്ക് ഒരു കഷ്ണം വെക്കട്ടെ എന്ന് ചോദിച്ചു. എന്റെ അച്ഛ, എന്റെ ചങ്ക് തകർന്നു പോയി. എനിക്ക് ചിന്തിക്കാൻ പോലും വേല. ഇത് കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പം മാസം 3 ആയി. ഈ പറഞ്ഞ പെങ്ങളുടെ മോന്റെ കല്യാണം 3 മാസമായി. അന്ന് മുതൽ എനിക്ക് ഉറക്കമില്ല, എന്റെ ചങ്ക് ഉരുകിയ. അച്ഛൻ ദൈവത്തെ ഓർത്ത് എന്നെ ഒന്ന് സഹായിക്കുക, എനിക്ക് എന്തെങ്കിലും ഒരു ആശ്വാസം പറഞ്ഞതാ. അതിന്റെ മകനത്ത് ഇത്ര വലിയ പ്രശ്നം ഇരിക്കുന്നതാ. മോക്കൊരു കഷ്ണം വെക്കട്ടെ എന്ന് ഭർത്താവിന്റെ അനിയൻ ചോദിച്ചെങ്കിൽ അതിനെത്ര വിഷമിക്കാതിരിക്കുന്നതാ. അച്ഛാ, ദൈവത്തിനും എനിക്കും അവനും മാത്രം അറിയത്തുള്ളൂ അത് അവന്റെ കൊച്ചാന്നുള്ളത്. അതുകൊണ്ടാണ് എന്റെ മോക്കൊരു കഷ്ണം വെക്കട്ടെ എന്ന് ചോദിച്ചപ്പോ ഞാൻ ചങ്ക് പൊട്ടിപ്പോയത്. എന്റെ മോള് അവന്റെ മോള് തന്നെയാ. എന്റെ അച്ഛ, എന്റെ ഭർത്താവിനെ ഞാൻ എത്ര നാൾ വഞ്ചിക്കും? എന്റെ ഭർത്താവിന് അറിയത്തില്ലേ സത്യം? എനിക്ക് പറയാവോ അച്ഛ? ഞാൻ പറയട്ടെ, എന്നെ കൊന്നുകളയുമായിരിക്കും പറഞ്ഞാൽ. ഞാൻ എന്താ അച്ഛ ചെയ്യേണ്ടത്? എന്ത് ചെയ്യും സഹോദരങ്ങളെ? എന്ത് ചെയ്യും? അതാണ് ചിന്തിക്കേണ്ടത്. ചിന്തിച്ചു വേണം. അതുകൊണ്ട് ഇതിലും ഭേദം മരിക്കുക മക്കളെ, ഇതിലും ഭേദം മരിക്കുക. അതുപോലെ തന്നെയാ ഭർത്താക്കന്മാർ. നിങ്ങൾ ചിന്തിച്ചു വേണം. ഭാര്യമാരുടെ ചേട്ടത്തിമാര്, അനിയത്തിമാര്, കസിൻസ്, പണിയാൻ വരുന്നവന്, മുറ്റം തൂക്കാൻ വരുന്നവന്, വെള്ളം കോരാൻ വരുന്നവളുമായിട്ട് ചിന്തിച്ചോണം. എന്റെ പെങ്ങന്മാരോട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, പ്രസവിക്കാൻ സമയമാകുമ്പോ ഉണ്ടല്ലോ, സഹായത്തിന് അനിയത്തിയെ വിളിക്കണ്ട, തന്നെ പ്രസവിച്ചാ മതി, നമ്മളെ സഹായിച്ചോളും. അനിയത്തിയുടെ കൂട്ട് അയ്യോ അത് വേണ്ട. എന്തിനാണ് ഇങ്ങനത്തെ സാഹചര്യം ഉണ്ടാക്കുന്നത്? 4 ദിവസം ആശുപത്രിയിൽ അനിയത്തിൽ നിന്ന് ഉറക്കളിയായി മടുത്തു. അതുകൊണ്ട് ഇന്നൊരു ദിവസത്തേക്ക് ഉറങ്ങാൻ വീട്ടിലോട്ട് വിട്ടിരിക്കുക. അവിടെ വേറെ ആരുണ്ട്? നിന്റെ ഭർത്താവുണ്ട്. ആ സാഹചര്യം ഉണ്ടാക്കണം. അത് വേണ്ട മക്കളെ, അത് വേണ്ട. അതുകൊണ്ട് ആ കാര്യം കൂടെ ഒന്ന് ഓർത്തുകൊള്ളുക. സൂക്ഷിക്കേണ്ടത് സൂക്ഷിക്കുകയും ചെയ്യണം. അതുകൊണ്ട് ചിലപ്പം തമ്പുരാൻ നിങ്ങളുടെ ഭർത്താവിനോട് നിങ്ങൾക്കൊരു കുഞ്ഞിനെ നൽകാൻ, ജീവനുള്ള ബീജം നൽകാൻ സാധ്യമല്ലായിരിക്കാം. അതാണ് നിങ്ങളുടെ വിധിയെങ്കിൽ അത് മതി. നിന്റെ ഭർത്താവിലൂടെ ദൈവം നിനക്ക് കുഞ്ഞിനെ തരുന്നില്ലെങ്കിൽ മക്കളെ വേണ്ട. ഭർത്താവിനാണ് കുഴപ്പമെന്ന് പരിശോധനയിൽ മനസ്സിലായി എങ്കിൽ മക്കളെ വേണ്ട.
ഓരോ സവിശേഷത. ലോഡ്ജിലും ഹോട്ടലിലും കഴകത്തുള്ള കൂട്ടുകാരനെ ഒരുക്കി നിർത്തിയിരിക്കുക, കൊണ്ടുപോവുക. എന്നിട്ട് എങ്ങനെ പറയാതിരിക്കും? പശുവിനെ കൊണ്ടുപോകുന്ന പോലെ. മക്കളെ വേണ്ട. ഭർത്താവിലൂടെ ദൈവം എനിക്ക് കുഞ്ഞിനെ തരുന്നില്ലേ? വേണ്ട. ഒരു കൂട്ടുകാരന്റെയും സഹായത്തോടുകൂടിയുള്ള കൊച്ച് വേണ്ട, വേണ്ടെന്ന്. മക്കളുണ്ടാകണം നിർബന്ധമില്ല വിവാഹം എന്ന് പറയുന്ന കൂതാശ ജീവിക്കാൻ. നോ, നോട്ട് നെസസറി. മക്കളുണ്ടാകണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. മക്കളെ തമ്പുരാൻ തന്നാൽ ദൈവത്തിന് ഇഷ്ടമുള്ളവരാക്കി അവരെ വളർത്തുക എന്ന് പറയുന്നത് കൂതാശയുടെ അവിഭാജ്യമായ ഒരു ഘടകമാണ്. ശരിയാണ്, മക്കൾ വേണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ആ സത്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ വിവാഹം എന്ന് പറയുന്ന കൂതാശയുടെ കൗതാശിക വശമാണ് കണ്ടത്. ഒരു നിമിഷം കണ്ടിടത്തോളം ഭാഗം ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരിക. ഒറ്റ നിമിഷം. ഞാൻ 1 മിനിറ്റ് കൊണ്ടെന്ന് ആവർത്തിക്കാൻ പോവുകയാണ് ഈ 1 മണിക്കൂർ കണ്ടത് മുഴുവനും. ഒറ്റ മിനിറ്റ് കൊണ്ട്. മനുഷ്യൻ ആഗ്രഹിക്കുന്ന സമാധാനം, അതിന് നല്ല മനുഷ്യരുണ്ടാകണം, അതിന് കുടുംബം ശരിയാകണം. കാരണം മനുഷ്യർ വളർത്തപ്പെടുന്ന കുടുംബത്തിലാണ്. കുടുംബം വിവാഹം തുടർന്ന് കൂതാശ കൊണ്ട് ആരംഭിക്കുന്നു. കൂതാശയുടെ അർത്ഥം സ്വയം ഈശ്വരനെ അനുഭവിച്ചുകൊണ്ട് ജീവിത പങ്കാളിക്ക് ഈശ്വരനെ അനുഭവിക്കാൻ സഹായിക്കലാണ്. എങ്കിൽ എന്നെ സ്നേഹിക്കാനല്ല, എനിക്ക് സ്നേഹിക്കാനാണ്. എങ്കിൽ എന്റെ ജീവിത പങ്കാളി ഏത് സൈസായിരുന്നാലും സ്നേഹിക്കാം. ഭാര്യ ഭർത്താക്കന്മാരുടെ കൂതാശിയുടെ സ്നേഹം ഇന്നതാണ്. ആ സ്നേഹം ജീവിച്ചാൽ കാണിക്കുന്ന അടയാളമെല്ലാം കൗതാശിക അടയാളമാണ്. കൂതാശ പൂർത്തിയാകുന്നത് ചാരിത്രശുദ്ധി, ദാമ്പത്യ വിശുദ്ധിയും കൂടെ ജീവിക്കുമ്പോഴാണ്. ഇത്രയുമാണ് നമ്മൾ ഈ 1 മണിക്കൂർ കണ്ടത്.